രേണുസുതിയുടെ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞ് ഒരുത്തൻ ഇട്ടിട്ടുണ്ട്. ഇവനൊക്കെ സബിനകത്ത് കയറിയിരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്തു വിടുന്നത്. നാണോണ്ടോ ഇത്രയും നട്ടപ്പാതിരക്ക് വന്ന് തുറന്നടിച്ചിട്ട് കാണിച്ചു കൊടുത്തിട്ട് അവസാനം അത് ആൾക്കാരെടുത്ത് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് മറ്റുള്ളവരെ മെക്കിട്ട് കയറാൻ അല്പമെങ്കിലും ഉളുപ്പുണ്ടോ? നിങ്ങളെന്താ ഐശ്വര്യ റായി എന്നാണ് നിങ്ങളുടെ വിചാരം? മക്കളുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, എല്ലാരും ഉണ്ട്. എന്നിട്ടും ഒരു റൂമിനകത്ത് കയറി എന്നിട്ട് കാണിക്കുന്ന ഈ ഒരു പോക്രത്തനത്തിനെ നിങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇതേപോലെ നടക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഈ ലോകം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊന്നുമല്ല, ഇതുപോലെയുള്ള അപരാധം പിടിച്ച സാധനങ്ങൾ ഈ ഒരു ഇനിയിപ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഫോണുകൾ കൊടുക്കുമ്പോഴത്തേക്ക് അവസാനം എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇതുപോലെയുള്ള ഇടങ്ങേറി പിടിച്ച കുറെ സാധനങ്ങൾ കയറി വരുന്നത്. ഇതിനൊന്നും ഒന്നും അറിയേണ്ട കാര്യമില്ല. കുഞ്ഞുങ്ങളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഈ ഇടങ്ങേറി പിടിച്ച സാധനങ്ങളുടെ വല്ല വീഡിയോയും കയറി വന്നാല് നിങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുത്ത് അങ്ങ് വിടുക. കാരണവശാല് അത്രയ്ക്കും മോശമായിട്ടാണ് ഈ ഒരു സ്ത്രീ നടക്കുന്നത്. ഈ സ്ത്രീ മാത്രമല്ല, കുറെ പെണ്ണുങ്ങളുണ്ട് രാത്രി ആകുമ്പോഴത്തേക്ക് മെമ്പർഷിപ്പ് ലൈവ്, മറ്റേ ലൈവ്, ഈ മറിച്ച ലൈവ് എന്ന് പറഞ്ഞിട്ട് വന്നിരുന്നിട്ട് കാണിക്കുന്ന പോക്കൃത്തരത്തിന് കണക്കില്ല. എന്നിട്ട് പകലിറങ്ങുമ്പോഴത്തേക്ക് ഇതേപോലെ ഒരു മാന്യമായിട്ടുള്ള ഒരു വ്യക്തി ഈ ഒരു ലോകത്തെ ഇല്ലാത്ത കണക്കാണ് പകൽ വന്ന് നിൽക്കുന്നത്. പകൽ വരുമ്പം കുറെ പുട്ടിയടിച്ചെന്നും പറഞ്ഞിട്ടൊന്നും ഈ ഒരു സ്വഭാവം നേരെയാകാൻ പോണില്ല. അതിന് മനസ്സ് നേരെയാകണം. ഇത്രയും ആൾക്കാർ ലോകത്തുണ്ട്, വിധവ എന്ന് പറഞ്ഞിട്ടുള്ള ഇത്രയും ആൾക്കാർ ലോകത്തുണ്ട്. അവരൊക്കെ മാന്യമര്യാദയ്ക്കാണ് ജീവിക്കുന്നത്. കൊച്ചു പെൺപിള്ളേർ വരെ മാന്യമായിട്ടാണ് ജീവിക്കുന്നത്. പക്ഷെ ഈ സ്ത്രീക്കൊക്കെ എന്താണ്, ആ ഒരു കൊല്ലം സുധി എന്ന് പറയുന്ന ആളുടെ പേര് വെച്ച് മുന്നോട്ട് വന്ന് അയാളുടെ പേരിൽ തന്നെ ജീവിക്കാൻ എന്തുമാത്രം അവസരങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം നശിപ്പിച്ചിട്ട് ഇപ്പം ദേഹം അനങ്ങാണ്ട് പൈസ ഉണ്ടാക്കണം. ഉള്ളതെല്ലാം നാട്ടുകാരെ കാണിക്കാൻ വേണം. അവസാനം അതെടുത്ത് ആരെങ്കിലും വീഡിയോ ഇട്ടാൽ അവർക്കെതിരെ നാറി, മറ്റത് മറിച്ചത് എന്നുള്ള രീതിയിലുള്ള തെറി വാക്കുകൾ ഉപയോഗിക്കണം. നിങ്ങൾക്ക് ആസ്വാദനമാണ്, നിങ്ങളത് ആസ്വദിക്കാനാണ് ആൾക്കാർക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ പിന്നെ ആസ്വദിക്കട്ടെ ആൾക്കാര്, മരുന്നിട്ടല്ലോ. അവര് കാശ് കൊടുത്ത് അടച്ചു, നിങ്ങൾ കാണിക്കുന്ന പോക്കൃത്തരങ്ങൾ കണ്ടു. അതിനിപ്പോ നിങ്ങൾക്ക് എന്താണ് ഇത്ര വിഷമം വരായിരിക്കുന്നത്? അല്പമെങ്കിലും ഉളുപ്പാണ് സ്ത്രീയെ, അല്പമെങ്കിലും ഉളുപ്പ്. ഇത്രയും പറയണ്ടെന്ന് വിചാരിച്ചാലും ചില കാര്യങ്ങൾ കാണുമ്പോഴത്തേക്ക് പറയണമെന്ന് തോന്നും. നിങ്ങൾക്ക് കാണിച്ചു, അത് നിങ്ങൾക്ക് എന്താ പറയേ, കുറെ ഉണ്ട് ജോലിക്കും കൂലിക്കും പോവാണ്ട് ഇങ്ങനെ രാത്രി ആകുമ്പോൾ ഒരു 12-1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് റൂമും അടച്ച് നിന്നിട്ട് ഇതുപോലെ കാണിക്കുന്ന പോക്കൃത്തരങ്ങൾ. സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിന് ആ തങ്കപ്പൻ അണ്ണനെയാണ് പിടിച്ച് 2 കൊടുക്കാനുള്ളത്. തങ്കപ്പ അണ്ണനും മകളെ നിലയ്ക്ക് നിർത്താൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് പറഞ്ഞിട്ട് കാര്യം? പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സ്ത്രീയെ കണ്ടാലറിയാം ഈ സ്ത്രീ ഇച്ചിരി വഷളാണ്, ഭയങ്കര ഇതാണെന്ന്. മിക്കവാറും ആ വീട്ടുകാരുടെ കയ്യിൽ നിൽക്കത്തില്ല, സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങി പുറപ്പെട്ടായിരിക്കാം. എന്നിരുന്നാലും കൊള്ളാം. ഇപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു കൊല്ലം സുധിയുടെ കാര്യത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഈ ഇപ്പോഴത്തെ കാര്യങ്ങൾ കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഈ ഷബീർ എം പി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, അതിനൊന്നും ഒരു ആൻസറും ഇല്ല. എന്തുകൊണ്ട് ആൻസർ ഇല്ലാത്തത്? അതിനൊന്നും ഒരു ആൻസർ ഇവർക്ക് കൊടുക്കാനില്ല. ഇവർക്ക് ഒരു ആൻസറും ഇല്ല. കാരണം അതിൽ എന്തൊക്കെയോ സത്യങ്ങളുണ്ട്. അപ്പം അതൊന്നും പറയാണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ആരെങ്കിലും വീഡിയോ ഇട്ടാൽ അതിനെ പൊക്കി പിടിച്ചുകൊണ്ടിട്ട് നീ അത് പറഞ്ഞില്ലേടാ നാറി, നീ ഇത് പറഞ്ഞില്ലേടാ നാറി, നീ കണ്ട് ആസ്വദിച്ചിട്ടല്ലേടാ വന്നിരുന്നത് എന്ന് പറയുന്ന കുറെ വെല്ലുവിളികൾ അങ്ങ് വിട്ടാൽ മതി. നാണം വേണം കേട്ടോ സ്ത്രീ, നാണം വേണം. ഇത്തിരിയെങ്കിലും ഉളുപ്പ് വേണം. അന്തസ്സായിട്ട് ജീവിക്കുക ആദ്യം. ഇല്ലെങ്കിൽ മാന്യമായിട്ട് പണി ചെയ്ത് ജീവിക്കുക. ആ ഫ്ലവേഴ്സ് ചാനലൊക്കെ എന്തുമാത്രം ജോലി തരാന്ന് പറഞ്ഞ് അതൊന്നും പോകാൻ വയ്യ. പക്ഷെ ഇതാണ് ഇഷ്ടം, ഇങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടം. ഇങ്ങനെ കാണിച്ച് ജീവിച്ചാൽ മാത്രമേ പൈസ ഒരു മാസത്തിനുള്ളിൽ 5 ലക്ഷം 10 ലക്ഷം വരത്തുള്ളൂ. കൊള്ളാം.